കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിനി ബണ്ണാണ്. ഇത് നല്ല രുചിയായിരിക്കും, നല്ല ചെറിയ സൈസിലാണ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതുമേ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ഈസ്റ്റ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ, കുറച്ച് ഉപ്പ്, ലേശം വെള്ളം ചേർന്ന് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കണം. ഇനി ഇത് മൈദയാണ്. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കലക്കിയ മുട്ട നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് ഒരു അല്പം എണ്ണയാണിത് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സ്പ്രിംഗ് ഓണിയനും കുറച്ച് ക്യാരറ്റും കൂടെയാണ്. കുറച്ച് മൈദ എടുത്ത് നമുക്കൊന്ന് പരത്തണം ഇത്. അപ്പോൾ ഇത് 15 മിനിറ്റ് റെസ്റ്റ് വെച്ചപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം നന്നായിട്ട്. ഇനി പരത്തി കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞ് വെച്ച സ്പ്രിംഗ് ഓണിയന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ 4 വശത്തുനിന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിതിനെ പരത്തണം. ഏകദേശം ഒരു 1/4 സെൻറ്റിമീറ്റർ കട്ടിയുള്ളതുപോലെ നമുക്കൊന്ന് പരത്തിയാൽ മതി. ഇനി നമുക്കിതിനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറിയ ഒരു റൗണ്ട് ഷേപ്പുള്ള സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് വട്ടത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കട്ടിയാണുള്ളത്. ഒരു 1/4 സെൻറ്റിമീറ്റർ കട്ടിയാണിത്. ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ പാനിൽ വെച്ച് കൊടുക്കണം. ഓരോ സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വേവുന്നത് പോലെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇത് നന്നായിട്ട് 2 വശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു തട്ടത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല രുചിയാണ്. വീട്ടിലിത് ചെയ്ത് നോക്കുക. ചെറിയ മിനി ബണ്ണാണിത്. നമ്മൾ ഓവനിലാവട്ടെ വേറെ
ഇവിടെ വെച്ച് ഇത് ചെയ്യുന്നില്ല. ജസ്റ്റ് പാനിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.